ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിളന്മാരെയൊക്കെ മന്ത്രിയാക്കുന്ന പാർട്ടി നേതാക്കന്മാരെയാ തല്ലേണ്ടത്. ഋതു, അവര് വരുന്നുണ്ട്. ആര്? അംബിക. അയ്യോ, എന്ത് ചെയ്യും? അവൾ ഇങ്ങോട്ട് വന്ന് എന്നെ കാണില്ലേ? അമ്മ ഇവിടെ നിൽക്കേ, അവര് കാണട്ടെ. ഋതു, കണ്ടിട്ട് അവരെന്ത് ചെയ്യും നോക്കട്ടെ. അത് വേണ്ട ഋതു, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട. അമ്മേ, അമ്മ ആ റൂമിലേക്ക് മാറിക്കോ. ആ ശല്യം ഒന്ന് പൊക്കോട്ടെ. അത് വേണ്ട, നീ ഒന്ന് അടങ്ങ് മോളെ. രാജു പറയുന്നത് അതിന്റെ ശരി. അമ്മ ഋതു നിൽക്കും. നിന്റെ മുറിവൊക്കെ ഉണങ്ങിയോടി? എന്റെ മുറിവൊക്കെ കരിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു മുറിവ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് വേണ്ട. എന്റെ ആങ്ങളെ ബോധമില്ലാതെ ഐസിയുയിൽ കിടക്കുക. ഈ സമയത്ത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവരങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ ഇത്? പോലെ അവരവരുടെ വഴിക്ക് പോട്ടെ. ഇത്രയൊക്കെ ചതി ചെയ്തിട്ട് അവര് വെറുതെ വിടുന്നത് ശരിയല്ല. ഇത് ഹോസ്പിറ്റലാ, പറയുന്ന കേക്ക്. ഐസിയുവില് സാറ് കിടക്ക. ഒന്ന് നിന്നെ. എന്താടി തിളച്ചു മറിഞ്ഞു വരുന്നേ? തിളച്ചു മറിഞ്ഞു വരുന്നതേ കടലെടുക്കുന്ന പോലെ നിങ്ങളെ അങ്ങ് എടുക്കാനാ? എന്റെ അച്ഛന്റെ കസേരി കയറി ഇരിക്കാനായിരുന്നല്ലേ നിങ്ങൾ സ്ഫോടനം നടത്തിയത്? എന്താടി പറഞ്ഞേ? നിങ്ങൾക്ക് മന്ത്രിയാവാൻ വേണ്ടിയല്ലേ എന്നെ എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയത്? ഞാൻ ബോംബ് വെച്ചെന്നോ? ദേ, മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ ഇത് ഹോസ്പിറ്റലാ. രാജു മിണ്ടായിരുന്നേ. ഇവരിങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മ അച്ഛനെ തമ്മിൽ തെറ്റിച്ച് ഇവർ അവരുടെ ജീവിതം തകർത്തു. എന്റെ രാജുവിന്റെ ജീവിതം തകർക്കാൻ പല പ്രാവശ്യമായി ശ്രമിക്കുന്നു. ഇപ്പൊ ഒടുവിൽ അച്ഛനെ എന്നെ കൊല്ലാൻ നോക്കി. ഇവരുടെ മകനും കൂടി. തലനാരിഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടെ. നോക്ക്, ഇപ്പൊ അച്ഛൻ ഐസിയുല. ഞാനിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നെ കുടുക്കി ജയിലിലാക്കിയതുപോലെ ഇവരെ ഞാൻ അകത്താക്കും. അച്ഛനെ കൊന്ന് അധികാരത്തിലേറാൻ നടക്കുന്ന ശവം. നീ കൊണ്ട് കേസ് കൊടുക്കടി, ഞാൻ നോക്കിക്കോളാം. ഋതു, മതിയാക്ക്. ഇവരെ പോലെ നീയും തരം താഴല്ലേ. പോടാ. മേഡം 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 ഒന്ന് നിൽക്കൂ. ശ്രീമതി അംബിക വർമ്മയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ ഒരു റൂമർ പരക്കുന്നുണ്ടല്ലോ, ശരിയാണോ? അങ്ങനെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുക.